സ്മോൾ ബിസിനസ് ഷോസ് പ്രോഫിറ്റ് ബട്ട് സ്റ്റിൽ ഷട്ട് ഡൗൺ. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വിതിൻ ഫ്യൂ മന്ത്സ് ഓർ ഇയേഴ്സ് ആ ഒരു സംരംഭം നിർത്തിപ്പോകാൻ എന്തായിരിക്കും കാരണം? ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി ഉത്തരം കൊടുക്കുന്ന എന്തായിരിക്കും? ഓക്കെ, ആ ഒരു ബിസിനസ്സിന് വലിയ പ്രോഫിറ്റ് കാണത്തില്ല, അല്ലെങ്കിൽ ആ ഒരു കടയ്ക്ക് വലിയ രീതിയിലുള്ളൊരു സെയിൽസും കച്ചവടം കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ടായിരിക്കും നിർത്തിപ്പോകേണ്ടതായി വന്നത്. യെസ്, ഓഫ് കോഴ്സ് ഇങ്ങനൊരു സിനാരിയോ വന്നേക്കാം. പക്ഷെ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടായിട്ടും ആ ഒരു സംരംഭം നിർത്താൻ കാരണമെന്ത്? സോ നിങ്ങളൊരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഐ എം ഡാം ഷുവർ ദിസ് വീഡിയോ ഈസ് റിയലി യൂസ്ഫുൾ ഫോർ യു ഓൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പ്രോഫിറ്റ് ഉണ്ടായിട്ടും ഒരു ബിസിനസ് നിർത്തേണ്ട സാഹചര്യം എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഇറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് പുവർ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ? ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് സിംപ്ലി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ മണി. ഇതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. മണി കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് ക്യാഷ് ഷോർട്ടേജ് വരത്തില്ല. ക്യാഷ് ഷോർട്ടേജ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഫോർ എ ലോങ് പീരീഡ് നിങ്ങൾക്ക് റൺ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. സോ ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെയർ ഫിനാൻസ് മേക്സ് സിംപ്ലർ ആൻഡ് പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെ കറക്റ്റായി മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ഇൻട്രോ സെഷനിൽ പറഞ്ഞ കാര്യത്തിൽ മേ ബി ഒരു കൺഫ്യൂഷനുള്ള ആളുകൾ കാണും. പ്രോഫിറ്റ് ഉണ്ടായിട്ടും എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ക്യാഷ് ഷോർട്ടേജ് വരിക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഇമാജിൻ ഒരു 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഈ 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ള കേസിൽ ഒരു 3.5 ലാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെറ്റേഴ്സിൻ്റെ കയ്യിലും 1 ലാക്ക് നിങ്ങളുടെ ബിസിനസ്സിലെ ഇൻവെൻട്രിയിലും സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് ജസ്റ്റ് 50,000 ആയിരിക്കും. ഈ 50,000 കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പേ ഓഫ് ചെയ്യേണ്ട ഒരുപാട് എക്സ്പെൻസ് കാണും. സാലറി കൊടുക്കാൻ കാണും, റെൻറ്റ് കാണും, അത് യൂട്ടിലിറ്റി എക്സ്പെൻസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നേക്കാം. ഇങ്ങനെ വരുമ്പോഴാണ് പല ഓൺടർപ്രീനേഴ്സും ഓക്കെ നമുക്ക് മതി, ഇനി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ചിന്തിക്കുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ എങ്ങനെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാം? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ റിസീവബിൾസ് കിട്ടാനുള്ള ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റായി മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സോ മേ ബി ഇപ്പോൾ ബിസിനസ്സൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾ ചെയ്തു വരുന്ന കോമൺ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെറ്റേഴ്സിന് ഒരു ലോങ് ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒരുപാട് പുതുതായി വരുന്ന ഓൺടർപ്രീനേഴ്സ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ വിത്തിൻ നിങ്ങൾ അലോ ചെയ്തേക്കുന്ന ക്രെഡിറ്റ് ഡേയ്സിനുള്ളിൽ തന്നെ കറക്റ്റായി വാങ്ങിക്കാൻ ശ്രമിക്കുക. ആൻഡ് ആ ഒരു പേയ്മെൻറ്റ്സും കാര്യങ്ങളും കറക്റ്റായി കിട്ടിയോ എന്നൊക്കെ വീക്ക്ലി തന്നെ ഫോളോ അപ്പ് ചെയ്തു പോവുക. ഇപ്പോൾ ഒരു 30 days ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് ഒരു പീരീഡെങ്കിൽ ഒരു 15 daysനുള്ളിലൊക്കെ തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റെപ്പ് 2, മാനേജ് യുവർ പേയബിൾസ്. നിങ്ങളുടെ സപ്ലയേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്രെഡിറ്റ് ഡേയ്സ് മാക്സിമം സ്മാർട്ടായി യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു 30 days ആണ് നിങ്ങളുടെ സപ്ലയേഴ്സ് നിങ്ങൾക്ക് തന്ന ടൈമെങ്കിൽ, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമെങ്കിൽ ഒരു 10 to 15 daysനുള്ളിൽ ആ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഒന്നാമത്തെ ദിവസം തന്നെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഷോർട്ട് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഒരു 10 to 15 days ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ആ ഒരു എമൗണ്ട് മേ ബി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സ് നൽകിയിരിക്കുന്ന ക്രെഡിറ്റ് ഡേയ്സ് കറക്റ്റായി സ്മാർട്ടായി യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്യാഷ് മാനേജ് ചെയ്യുക. അല്ലാതെ ബിസിനസ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായി കൊടുക്കുക, പക്ഷേ ആ ഒരു ക്രെഡിറ്റ് ഡേയ്സ് മാക്സിമം സ്മാർട്ടായി യൂസ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ. സ്റ്റെപ്പ് 3, പർച്ചേസ് മാനേജ്മെൻറ്റ്. നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമുള്ള സ്റ്റോക്ക് അഥവാ ഇൻവെൻട്രിയുടെ ഓർഡറും ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പർച്ചേസ് ചെയ്യുക. അല്ലാതെ ഒരു 6 ലക്ഷം രൂപയുടെ സ്റ്റോക്ക്
ആവശ്യമുള്ള സ്ഥാനത്ത് 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഒരു ഡെഡ് മണി ആക്കി മാറ്റരുത്. അപ്പോൾ പർച്ചേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ തന്നെയാണ്. സ്റ്റെപ്പ് 4, ഒരു ബാങ്ക് ഓഡി ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന ഷോർട്ട് ടേം ഗ്യാപ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബാങ്ക് ഓഡി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോർട്ട് ടേം എക്സ്പെൻസ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് സ്റ്റോക്സ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ഓഡി ലിമിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ് ആ ഒരു ക്യാഷ് ഫ്ലോ ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സ്റ്റെപ്പ് 5, മെയിൻറ്റെയിൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. മന്ത്ലി നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ട്രാക്ക് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരും പോവും ചെയ്യുന്ന ക്യാഷ് എത്രയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കറക്റ്റായി മാനേജ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഐ ആം ഡാം ഷുവർ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒരു ലോങ് റണ്ണിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. സോ ഇന്ന് മുതൽ നിങ്ങളുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ കറക്റ്റായി മാനേജ് ചെയ്യുക. നിങ്ങളുടെ റിസീവബിൾസ്, പേയബിൾസ്, സ്റ്റോക്ക് ഇതെല്ലാം കറക്റ്റായി കൺട്രോൾ ചെയ്ത് പോവുക. So I hope this video is really useful for you all. If you like this video, please do share and subscribe our channel. Thank you.